നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രം എന്ന് പറയുമ്പം ഇടവക്കൂറാണ്. ഈ രോഹിണി നക്ഷത്രക്കാർക്ക് രക്ഷാസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. അതേപോലെ തന്നെ ലാഭസ്ഥാനത്താണ് ശനിയും ചൊവ്വയും ബുധനൊക്കെ നിൽക്കുന്നത്. എന്നാൽ ഈ മെയ് മാസം വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അഗ്നിമാർദ്ദ യോഗമൊക്കെ മാറി വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട്. കാരണം മെയ് മാസം 18-ാം തീയതിയോട് കൂടിയിട്ട് ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് ചന്ദ്രാൽ 12ലേക്ക് മാറും. നിവർത്തി സ്ഥാനാധിപതി ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ടും 12ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കൊണ്ടും വീട് വിട്ട് അന്യദേശത്തു നിന്നുള്ള സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് 2ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ രക്ഷാസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും സാമ്പത്തിക നേട്ടത്തിനും യോഗമുള്ളൊരു മാസമാണ്. അതേപോലെ പൊതുവെ മാനസികമായിട്ടുള്ള സന്തോഷം വർദ്ധിക്കാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. കുടുംബ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണം. കാരണം ഏപ്രിൽ മാസത്തിലൊക്കെ കുറച്ച് സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മാറിയിട്ട് അനുകൂലാവസ്ഥയിലേക്ക് വരും. നിപുണായോഗമുണ്ട്. നന്നായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും ആ തീരുമാനത്തിനനുസരിച്ച് ഉള്ള പ്രവർത്തനം കൊണ്ട് നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ചില സമയത്ത് എടുത്തിയാടി സംസാരിക്കുന്നൊരു സ്വഭാവം നല്ല ഉദ്ദേശത്തോടെ സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അപ്രിയമായിട്ട് തോന്നുന്നൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലിൻ്റെ മുട്ടിന് വേദന, അതേപോലെ ഹൃദയസ്ഥാനത്ത് കൈകൾക്ക് വേദന, ഇങ്ങനെയുള്ള ചെറിയ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് യോഗമുണ്ട്. മറ്റുള്ള കാര്യത്തിലൊക്കെ അനുകൂലം തന്നെയാണ്. വീട് വിട്ട് നിൽക്കാനാണ് യോഗം കാണുന്നത്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തൊഴിൽ മേഖലയിൽ കർമാധിപതി ലാഭസ്ഥാനത്തുള്ളത്, പക്ഷേ കർമ്മസ്ഥാനത്ത് കുറച്ച് സംഘർഷവും കാര്യങ്ങളൊക്കെ ഏപ്രിൽ മാസത്തിലൊക്കെ ഉണ്ടാകുമെങ്കിലും മെയ് 18 ശേഷം തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ തൊഴിൽ സ്ഥാനക്കയറ്റം, സാമ്പത്തിക നേട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. പിന്നെ ചിലവ് കുറച്ച് നിയന്ത്രിക്കേണ്ടി വരും. 10 രൂപ കിട്ടിയാൽ 20 രൂപ ചിലവ് വരുന്നൊരു യോഗം കാണുന്നുണ്ട്. നിവർത്തി സ്ഥാനാധിപതി രക്ഷാസ്ഥാനത്താണ്. അപ്പം ദാമ്പത്യ സംബന്ധമായിട്ട് നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അതേപോലെ പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാം. ഈ വിവാഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുതിയ വിവാഹ ബന്ധങ്ങൾ നടക്കാനിട വരാം. അങ്ങനെ കുറേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ മെയ് മാസത്തിൽ അനുഭവിക്കാനുള്ളൊരു യോഗമാണ് കാണുന്നത്. വലിയൊരു ദോഷമൊന്നുമില്ല. ഗുരുശുക്ര യോഗം ഉള്ളത് കൊണ്ട് ദിവ്യദാരോ മഹാദേനി എന്ന് പറയുന്ന യോഗ, നല്ല ഭാര്യ, നല്ല ഗുണങ്ങൾ, നല്ല ധനാഭിവൃദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എന്നാൽ പോലും ചെറിയൊരു കാലസർപ്പയോഗം ഈ കാലഘട്ടത്തിൽ ഉള്ളത് കൊണ്ട് നാഗപൂജ ചെയ്യുക, രാഹുകേതുക്കൾക്ക് രാഹുപൂജയും കേതുപൂജയും നവഗ്രഹ പൂജ ചെയ്യുക എന്ന ക്ഷേത്രത്തിൽ ചെയ്യുകയൊക്കെ ചെയ്താൽ വളരെ നല്ല ഗുണഫലങ്ങളും ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.